വറവാക്കിയാലോ? കുറേ ഉണ്ട്, എന്നെക്കാളും വലിയ പൊക്കത്തിലായി ചീര. നമുക്ക് ചീര പറിക്കാം. വേലിച്ചിട്ട് തോരൻ വെക്കാം. നേരത്തെ പറിച്ചതുണ്ട്, കഴിഞ്ഞിട്ട് തോരൻ വെക്കാം. വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യണേ, ലൈക്കൊക്കെ ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ചെയ്യാനൊരു ഉഷാറായിരിക്കും. വീഡിയോ ഒന്നും ചെയ്ത് നല്ല ശീലമൊന്നുള്ളതൊന്നുമല്ല, എന്നാലും ചെറുതായിട്ട് തുടങ്ങുന്നു. നിങ്ങളൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഉഷാറായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ഇനി നമുക്ക് വേഗം തേങ്ങയും ചിരണ്ടി ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് വേഗം അടുപ്പത്ത് വെക്കാവേ. അടുപ്പ് വെച്ച് നമുക്ക് തീ കത്തിക്കാം. ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. ഇത്ര മതി, അധികം എണ്ണ വേണ്ട. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിടാം. എണ്ണ ഏകദേശം ചൂടായി കുമ്പള വരുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ ഇതിനകത്ത് ഉള്ളി അരിഞ്ഞിട്ട്, കാന്താരി അരിഞ്ഞിട്ട് കടുക് പൊട്ടാൻ തുടങ്ങി. പകുതി ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഞാൻ അരമുറി തേങ്ങ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, അതിടാം. തേങ്ങ നല്ലപോലെ ഇട്ടാൽ നല്ല ടേസ്റ്റല്ലേ. അരമുറി മുഴുവൻ എടുത്തില്ല, കുറച്ച് ബാക്കിയുണ്ട്. തേങ്ങയ്ക്ക് ഭയങ്കര വിലയാണ്, വീട്ടിൽ തേങ്ങയൊന്നുമില്ല, മേടിക്കുന്ന. എന്നാലും കുറച്ച് തേങ്ങ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് അല്ലേ. ബാക്കിയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചേരി ഇച്ചിരി വേവുള്ള ചേരിയാണ്, കുറച്ച് വെള്ളം ഒഴിച്ച് വേവ് ഇച്ചിരി ഉണ്ട്, അധികമുള്ള. മറ്റുള്ള ചേരി ആവി കയറുമ്പോഴത്തേക്കും വേവില്ല, ഇതിന് പക്ഷേ കുറച്ച് വേവുണ്ട് ഈ ചേരിക്ക്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമുക്കിതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞളും കൂടി ഇട്ട് കൊടുക്കാം. വെക്കുന്നതിൻ്റെ വിഷം കുറവായിരിക്കും, എന്നാലും കുറച്ചിട്ടേക്കാം. നമുക്ക് ഇളക്കി പൊത്തി വെക്കാം.
ലേറ്റ് ആയതുകൊണ്ടാണ് എൻ്റെ ക്യാമറ പിടിക്കാൻ എനിക്കാളുള്ളത്, അല്ലെങ്കിൽ എനിക്കിത് പിടിക്കാൻ ആളില്ല. എൻ്റെ ഫോണ്, ക്യാമറ അല്ല ഫോണ്. അല്ലെങ്കിൽ ഞാൻ തന്നെ പിടിച്ച് ഞാൻ തന്നെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഒന്ന് വേവട്ടെ, കുറച്ച് വെള്ളവും കൂടി ഒഴിക്കാം. കുറച്ച് മതി കേട്ടോ വെള്ളം, ശകലം. അരച്ചോ. ഞാൻ അവിടെ നിന്ന് വേവട്ടെ. പറഞ്ഞത് റെഡിയായിട്ടാ, സൂപ്പറായി. കഴിച്ചേക്കല്ലേ, അത് ചൂടാ. നല്ല രുചിയാണ്. ഞാൻ കഞ്ഞിയാണ് വെച്ചേക്കുന്നത്. കഞ്ഞിയും മമ്പയർ പുഴുക്കും തോരനും പിന്നെ ഉണക്ക് വറുത്തതുണ്ട്. അങ്ങനെ കൂട്ടി കഞ്ഞി കുടിക്കാം. അപ്പോൾ ശരി, ടാറ്റ. എല്ലാവരുടെ അഭിപ്രായമൊക്കെ എഴുതണേ. അഭിപ്രായം പറയണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരുടെയും അഭിപ്രായമൊക്കെ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.